കൈരളി ടി വിയോടാണ് ഏറ്റവും ആദ്യം നന്ദി പറയാൻ. കാരണം ഈ വാർത്ത പലരുടെയും ശ്രദ്ധയിലേക്ക് എത്തിക്കാനായിട്ട് കൈരളി ടി വി കാണിച്ചൊരു വലിയ അതിന് ഒത്തിരി ഹൃദയം നിറഞ്ഞ നന്ദി പറയണം. പിന്നെ മുഖ്യമന്ത്രി ഓഫീസ് പിണറായി വിജയൻ സാറിനോട് പ്രത്യേകം നന്ദി. വ്യക്തിപരമായി ഏറെ സന്തോഷം നൽകുന്ന വാർത്തയാണ് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നത്. എനിക്കൊപ്പം നിൽക്കുന്നത് കോട്ടയം പള്ളിക്കത്തോട് സ്വദേശി സാബു നോഹയാണ്. ഇദ്ദേഹത്തിൻ്റെ ഉപജീവന മാർഗമെന്ന് പറയപ്പെടുന്നത് വാർക്കത്തകടുകളും അനുബന്ധ സാധനങ്ങളും വാടകയ്ക്ക് നൽകിയായിരുന്നു. വളരെ ചെറുപ്പത്തിലെ ഇരു കണ്ണുകളുടെയും കാഴ്ച നഷ്ടപ്പെട്ട ഇദ്ദേഹം ഈ വരുമാനത്തിലൂടെയാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിരുന്നത്. എന്നാൽ ഈ സാധനങ്ങൾ വാടകയ്ക്ക് എടുത്ത ഒരു വ്യക്തി അത് തിരികെ നൽകാതിരിക്കുകയും മാസങ്ങളോളം പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങുകയും ഒടുവിൽ കൈരളി ചാനലിൻ്റെ ശ്രദ്ധയിൽ ആ കാര്യങ്ങൾ പെടുകയും അത് വാർത്തയാവുകയും പിന്നീട് നഷ്ടപ്പെട്ട സാധനങ്ങൾ ഇദ്ദേഹത്തിൻ്റെ കൈകളിലേക്ക് തിരികെ ലഭിക്കുവാൻ സാഹചര്യമൊരുക്കുകയുമായിരുന്നു. ഈ ഘട്ടത്തിൽ സാബു നമുക്കിപ്പോൾ ചേരുകയാണ്. അദ്ദേഹത്തോട് തന്നെ ആ വിശേഷങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. സാബു ചേട്ടാ, ഇപ്പോൾ സന്തോഷം തോന്നുന്നുണ്ടോ? വളരെ സന്തോഷം. എന്താണ് ഈ സന്തോഷത്തിന് കാരണം? സന്തോഷത്തിൻ്റെ കാരണം ഈ സാധനങ്ങൾ വാടകയ്ക്ക് കൊടുത്ത് ഇത് കിട്ടാതെ വന്നു. ഇപ്പം എവിടെ ബന്ധപ്പെടുമെന്ന് നമുക്കൊന്നും അറിയത്തില്ലായിരുന്നു. അങ്ങനെയാണ് ഇത് കൈരളി ചാനലിലേക്ക് ഞാൻ ഈ വാർത്ത എത്തിച്ച് അവരോടൊന്ന് വാർത്ത ചെയ്യുകയൊക്കെ ചെയ്തു. അതിനകത്ത് വലിയ സംഘടനക്കാർ ഒത്തിരി ആൾക്കാർ ഇടപെടുകയൊക്കെ ആ സമയത്ത് നടത്തി. പിന്നെ പതുക്കെ അതങ്ങ് തണുത്തു. പിന്നെ ആരും അതിനകത്ത് പ്രവർത്തനം നടത്താതെ വന്നു. ഞാൻ മണ്ണഞ്ചേരി പോലീസ് സ്റ്റേഷൻ കയറി ഇറങ്ങുക, നിരന്തരം കയറി ഇറങ്ങി. അവസാനം ഇത് എനിക്ക് ആത്മഹത്യയുടെ വക്കിലേക്ക് എന്നെ കൊണ്ട് എത്തിച്ചു. കാരണം എനിക്ക് സാധനം കിട്ടാതെ എനിക്ക് മുമ്പോട്ട് ജീവിതം പോകുമായിരുന്നു വന്നു കഴിയുമ്പോൾ ആത്മഹത്യയുടെ വക്കത്തിൽ. അപ്പം ഒരു അവസാന ശ്രമം എന്ന നിലയിൽ ഞാനിത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് ഞാൻ ഈ വിവരങ്ങളെല്ലാം കാണിച്ച് പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് വീഴ്ചകളും എല്ലാ കാര്യങ്ങളും ചൂണ്ടിക്കാണിച്ച് ഞാൻ ഒരു 4 മണിക്കാണ് ഞാൻ പരാതി അയക്കുന്നത്. പക്ഷേ ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെയും എൻ്റെ മെയിലിലേക്ക് എനിക്ക് റിപ്ലൈ വന്നു. കോട്ടയം SP-ക്ക് അടിയന്തരമായിട്ട് ഇത് അന്വേഷിച്ച് ഇതിന് തീരുമാനം ഉണ്ടാക്കണമെന്നും പറഞ്ഞുകൊണ്ട് ഒരു മെയിൽ വന്നു. കോട്ടയത്ത് നിന്ന് അന്നേരം തന്നെ എന്നെ വിളിച്ചു. അത് അന്നേരം തന്നെ അവരത് ആലപ്പുഴയ്ക്ക് ഫോർവേഡ് ചെയ്തു. പിന്നെ എല്ലാം ഫാസ്റ്റായിട്ടായിരുന്നു കാര്യങ്ങൾ. പെട്ടെന്ന് തന്നെ തീരുമാനം ഉണ്ടായി. എഞ്ചിനീയറെ അറസ്റ്റ് ചെയ്തു. ഈ സാധനങ്ങൾ കണ്ടെത്താനായിട്ട് മണ്ണഞ്ചേരി SHO ടോൾസൺ സാറ്, പിന്നെ SI ജേക്കബ് രാജീവ് സാറ്, ഒരു ASI നിഷ മാഡം, പിന്നെ മാത്യു ജോസഫ്, ഇത്രയും ഒരു ടീമായിട്ട് തന്നെ തിരിഞ്ഞ് അവർ 1 മാസം അതിനുവേണ്ടി പ്രയത്നിച്ച് ഈ സാധനങ്ങളെല്ലാം അവിടുന്ന് പലരുടെ കയ്യിലോട്ട് പോവുകയും വിൽക്കുകയും അവർ പണം വാങ്ങിയെടുക്കുകയൊക്കെ ചെയ്തു. അതെല്ലാം അവിടുന്ന് കണ്ടെടുത്ത് ഒരു 4-5 ദിവസം മുമ്പ് പോലീസ് എന്നെ വിളിച്ചു പറഞ്ഞു, സാധനങ്ങൾ പൂർണ്ണമായിട്ടും സാധനങ്ങൾ സ്റ്റേഷനിൽ എത്തിച്ചിട്ടുണ്ട്, അത് നിങ്ങളുടെ കൈകളിലേക്ക് തരുന്ന ദിവസമാണെന്നും പറഞ്ഞ്. അപ്പോൾ അതിന് പ്രത്യേകമായിട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിനോടും പിണറായി വിജയൻ സാറിനോടും പ്രത്യേകമായിട്ട് എൻ്റെ നന്ദി ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുക. കാരണം ഞങ്ങളുടെ ആത്മഹത്യയുടെ വക്കിൽ നിന്നാണ് ഞങ്ങളെ കരകയറ്റി ഇവിടെ എത്തിച്ചിരിക്കുന്നത്. എന്തായാലും മുഖ്യമന്ത്രിയുടെ ഓഫീസ് കാര്യക്ഷമമായി ഇടപെട്ടു, നിങ്ങളുടെ പരാതിക്ക് പരിഹാരമുണ്ടായി എന്നുള്ളതാണോ ഈ അനുഭവത്തിലൂടെ മനസ്സിലാവുന്നത്? തീർച്ചയായിട്ടും വേറെ ആര് ബന്ധപ്പെട്ടാലും ഇത് നടക്കത്തില്ലായിരുന്നു. കാരണം ഞാൻ ഒത്തിരി രാഷ്ട്രീയക്കാരുടെ സംഘടനക്കാരുടെ പല രാഷ്ട്രീയക്കാരുടെ അടുത്ത് പോയി എല്ലാവരും പറയാം എന്ന് പറഞ്ഞു വിടുന്നതല്ലാതെ ഞാൻ നടന്ന് മടുത്തു. പിന്നെ എനിക്ക് എൻ്റെ അവസാന ശ്രമം എന്നുള്ള രീതിയിലാണ് ഞാനിത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് ഈ മെയിൽ അയക്കാനായിട്ട് എനിക്ക് അങ്ങനെ ഒരു ആശയം തോന്നുന്നു. അപ്പോഴാണ് മുഖ്യമന്ത്രി ഇടപെടുമായിരിക്കും. പക്ഷേ ഞാനത് 1 മാസമൊക്കെ കഴിഞ്ഞ നടപടി ഉണ്ടാകുമെന്നാണ്. പക്ഷേ എനിക്കത് അയച്ച് 10 മിനിറ്റ് ആകുമ്പോൾ തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ തന്നെ ഇടപെടൽ ഉണ്ടായി. അന്ന് തന്നെ വിവിധ സ്റ്റേഷനുകളിൽ നിന്ന് അതിന് ബന്ധപ്പെട്ട ആൾക്കാരെല്ലാം എന്നെ വിളിക്കുകയും അതിൻ്റെ മൊഴിയെടുക്കുകയും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം പിന്നെ പാസ്റ്റായിട്ട് 30 ദിവസം കൊണ്ട് ആ കാര്യങ്ങൾക്കൊരു തീരുമാനം ഉണ്ടായി. പൂർണ്ണമായിട്ടും നഷ്ടപ്പെട്ടു പോയി എന്ന സാധനം പോലീസ് അത് വീണ്ടെടുത്തു തന്നു എനിക്ക്. ആരോടൊക്കെയാണ് ഈ ഘട്ടത്തിൽ നന്ദി പറയാനുള്ളത്? കൈരളി ടി വിയോടാണ് ഏറ്റവും ആദ്യം നന്ദി പറയാൻ. കാരണം ഈ വാർത്ത പലരുടെയും ശ്രദ്ധയിലേക്ക് എത്തിക്കാനായിട്ട് കൈരളി ടി വി കാണിച്ചൊരു വലിയ അതിന് ഒത്തിരി ഹൃദയം നിറഞ്ഞ നന്ദി പറയണം. പിന്നെ മുഖ്യമന്ത്രി ഓഫീസ് പിണറായി വിജയൻ സാറിനോട് പ്രത്യേകം നന്ദി. സാറ് നേരിട്ട് കണ്ടിട്ടുണ്ടാവും തന്നെ ഞങ്ങൾ വിചാരിക്കുന്നു. അപ്പം അതെന്തായാലും ഒരു 10 മിനിറ്റിനുള്ളിൽ അതിന് തീരുമാനം ഉണ്ടാക്കി. അതിനോടെല്ലാം പ്രത്യേകം നന്ദി പറയാനുണ്ട്. പിന്നെ നമ്മുടെ പുരപ്പട ലോക്കൽ സെക്രട്ടറി ലേഖ മാഡം ഉണ്ട്. ലേഖ മാഡം അതിനെല്ലാം വേണ്ട കാര്യങ്ങൾ സപ്പോർട്ട് പോകുന്നില്ലെങ്കിലും എല്ലാ ദിവസവും തന്നെ വിളിച്ച് അത് അന്വേഷിക്കുകയും അതിന് വേണ്ടുന്ന ഫോളോ അപ്പുകളെല്ലാം അവിടുന്ന് ചെയ്തു തരികയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും അതിനോട് സഹകരിച്ച് തന്നവർക്ക് എല്ലാവരോടും നന്ദി പറയുന്നു പ്രത്യേകമായിട്ട്. ചേച്ചിയും കൂടെ ഇതിൻ്റെ കൂടെ നമ്മളോടൊപ്പം തന്നെ ആദ്യം തന്നെ ഈ കാര്യങ്ങളൊക്കെ പറയാനുണ്ടായിരുന്നു. എന്ത് തോന്നി ഈ ഘട്ടത്തിൽ? വളരെയേറെ സന്തോഷം തോന്നി. കാരണം ഞങ്ങൾക്ക് അതുപോലെ ഒരു വിഷമസ്ഥിതിയിലായിരുന്നു. 100% കിട്ടില്ല എന്ന് ഉറപ്പായ സാധനമാണ് ഞങ്ങളുടെ എന്നാണെങ്കിലും സഹകരണം കൊണ്ട് അത് ഞങ്ങൾക്ക് കിട്ടി. വളരെയേറെ സന്തോഷമുണ്ട് അതിൽ. കണ്ണിൽ ചോരയില്ലാത്തവർ കാണിച്ച ക്രൂരത, പക്ഷേ ആ ക്രൂരതയ്ക്ക് മുന്നിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ കൃത്യമായ ഇടപെടൽ, അതുകൊണ്ട് തന്നെയാണ് കണ്ണടച്ചവർക്ക് മുന്നിൽ നിയമം കണ്ണു തുറക്കാൻ ഇടപെടൽ ഉണ്ടായത്. സാംജിത്ത് ആർപ്പൂക്കരയ്ക്കൊപ്പം സനോജ് സുരേന്ദ്രൻ, കൈരളി ന്യൂസ്, കോട്ടയം.